ഹലോ, എവിടേക്കാവോ? ഇന്നൊരു യാത്രയാണ്. ഇന്ന് നിങ്ങളാരും ഇല്ലാണ്ട് ഞങ്ങളൊറ്റയ്ക്ക് ഒറ്റയ്ക്ക് പോവാണ്. ഇതൊരു ഓഫീസ് യാത്രയാണ്. ഒഫീഷ്യൽ വർക്കിന്റെ ഭാഗമായിട്ട് പോകുന്നതാണ്. പക്ഷെ ഇന്റർനാഷണൽ ട്രിപ്പാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, ഞങ്ങളൊരു 10-14 പേരോളം ഉണ്ട്. അത് കൂടാണ്ട് വലിയ വലിയ ആൾക്കാരുകളുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ ഈ പോകുന്ന രാജ്യത്തേക്ക് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്, അല്ലേ? ഒരുപാട് ആൾക്കാരുടെ വീഡിയോകളിലും കാര്യങ്ങളിലും ഇതിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഈ രാജ്യത്തിന്റെ പല പല നല്ല ഇതുകളും കാര്യങ്ങളും ഒക്കെ. അപ്പൊ ഇനിയിപ്പോ എന്തായാലും നമ്മളും കൂടി എന്തായാലും പോയിട്ടൊന്ന് കാണാം. എന്തായാലും ഒരു ഒരാഴ്ചക്ക് മുകളില് എന്തായാലും പുറം രാജ്യത്ത് ഒറ്റയ്ക്ക് കിടന്നിട്ട് ഞങ്ങളില്ലാണ്ട് തലക്ക് തൊയില് കിട്ടിയില്ലേ? പാക്കിംഗ് ഒക്കെ കഴിഞ്ഞുട്ടാ. പാക്ക് ചെയ്തൊക്കെ വെച്ചുട്ടാ എല്ലാം. ഇതില് ക്യാമറയാണ് കേട്ടോ, ക്യാമറ, ലാപ്ടോപ്പ്, സാധനങ്ങൾ, നമ്മുടെ ആയുധങ്ങൾ കംപ്ലീറ്റ് ഉണ്ട്. ഇതില് ഡ്രസ്സ്, സാധനങ്ങൾ, പിന്നെ ഇത് പാസ്പോർട്ട്, മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് എടുത്ത് പെരുമാറാൻ വേണ്ടിയിട്ട് ഒക്കെ റെഡിയാക്കി വെച്ചേക്കണം. പിന്നെ ഇപ്പോൾ വണ്ടി വരും, നമ്മളുടെ കൊളീക്ക് ആൾക്കാർ ഒക്കെ ഉണ്ടാവും. അപ്പൊ അവരൊക്കെ ഒരുമിച്ചാണ് എയർപോർട്ടിലേക്ക് പോകുന്നത്. ദുബായിൽ നിന്നാണ് ഫ്ലൈറ്റ്. അപ്പൊ ദുബായിൽ നിന്ന് പുലർച്ചെയാണ് ഫ്ലൈറ്റ്. അപ്പൊ നമ്മള് നാളെയാണ് ശരിക്കും വരിക. അപ്പൊ ഇന്നിപ്പോ നൈറ്റ് നമ്മൾ പോയി അവിടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും എയർപോർട്ടിൽ വന്നിട്ട് ഒന്നിച്ചു തരാം. ഇനിയിപ്പോ എന്തായാലും അതിന്റെ കാര്യങ്ങളും വീഡിയോകളൊക്കെ ആയിട്ട് എന്തായാലും നമുക്ക് കാണാം. അപ്പോൾ ഞാൻ ഷാലുദ്ദീൻ, ട്രാവൽ പിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരും കൂടെ പോരെ. സാലിമിനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. സാലിം അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. ഇങ്ങനെ ബാക്കിൽ നിന്ന് മാറാണ്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, എത്ര ദിവസം എടുക്കും, എപ്പോൾ പോരും, എങ്ങനെയാണ്, എന്തൊക്കെയാണ്. ഞാൻ കാണിച്ചു തരാം. അവിടെ നിന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. സാലിമേ, എന്നിട്ട് പരിപാടി ഉച്ച പോയിട്ട് പറ്റേ? എന്താണ് മോന്ത ഇങ്ങനെ സുഖമില്ലാത്ത? നീ ഉമ്മിച്ചായിട്ട് അടി ഉണ്ടാക്കോ? നല്ലോണം പഠിക്കണ കേട്ടാ, കേട്ടാ? നമ്മുടെ പുറത്തുനിന്നുള്ള വ്യൂ ആട്ടാ, ഫ്ലാറ്റിൽ നിന്ന്, ബാൽക്കണിയിൽ നിന്ന് എടുക്കുന്ന കണ്ടാ. നല്ലൊരു വ്യൂ ആണ് ഇവിടെ കാണാനായിട്ട്. പകല് നല്ല അടിപൊളിയാണ്. ഈ ഒരു ഏരിയ കണ്ട, ഈ ഒരു ഏരിയയിൽ നിന്ന് സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരണ കാണാൻ നല്ല രസമാണ്. അങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. നമ്മളെ വണ്ടി അപ്പുറത്ത് ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് തള്ളിക്കൊണ്ട് പോവാണ്. അബ്ദു, അസ്സലാമു അലൈക്കും. ഇത് കൊളീക്ക് നമ്മളുടെ ആളുടെ കസിൻ ഉണ്ട് വണ്ടിയിൽ. അപ്പോൾ എയർപോർട്ടിലേക്ക് പോവാണ്. ടാറ്റ, 1 വീക്ക്. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടോ. ദുബായ് എയർപോർട്ട് ടെർമിനൽ 1. നമ്മുടെ ആൾക്കാരുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എയർപോർട്ട് അനുസരിച്ച് നമ്മളെത്തി. നമ്മുടെ ആൾക്കാരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട്.
അതിറങ്ങി നമ്മൾ താഴത്തേക്ക് എത്തിയിട്ടാ. താഴത്തേക്ക് എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെയാണ് എക്സ്ചേഞ്ച് കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ട്. മണി ട്രാൻസ്ഫർ ചെയ്യാം. അതുപോലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് കാര്യങ്ങൾ ഇതൊക്കെ ഇവിടെ താഴെയാണ് വരുന്നത്. ഒരു ലോകം തന്നെയുണ്ടല്ലോ. ഡ്യൂട്ടി ഫ്രീ. ഇവിടെ ജിം ചെയ്യുന്ന ആൾക്കിത് റേഞ്ച് റോവറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. വേണോ ഷൂ ഷൂ അപ്പം അതൊക്കെ നമ്മൾ ഡ്യൂട്ടി ഫ്രീക്ക് അകത്തോട്ട് കയറിയിട്ടാ. എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കി നോക്കാം. അതൊക്കെ സാധനങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. കുപ്പികളും സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സിഗരറ്റ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ. ഒരുപാട് സാധനങ്ങളുണ്ട്. വണ്ടി റേഞ്ച് റോവർ. ഇനി വീണ്ടും ഇവിടുന്ന് മുകളിലോട്ട് നമ്മൾ ലോഞ്ചിലേക്ക് പോയിരിക്കാന്ന് വിചാരിച്ച് പോകാൻ കേട്ടോ. പിന്നെ നമുക്ക് ഫ്ലൈറ്റിന് സമയമുണ്ട്. ലോഞ്ചിൽ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പോവാണ്. മുകളിലാണ് ലോഞ്ച്. ലോഞ്ചിലേക്ക് പോയിട്ട് നമുക്ക് നോക്കാം ഇവിടെ എന്താണെന്നുള്ളത്. നമ്മുടെ ഫ്ലൈറ്റിൻ്റെ സമയം എന്ന് പറയുന്നത് 12:10-നാണ്. ഇപ്പോൾ സമയം 10 മണിയായിട്ടുള്ളൂ. ടൈമുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും മുകളിൽ ലോഞ്ചിലേക്ക് പോയിട്ട് എന്തെങ്കിലുമൊക്കെ കൊത്തി പറക്കാനോ ബാത്റൂമിൽ പോകാനൊക്കെ ഉണ്ടെങ്കിൽ പോവാം എന്നുള്ളതിൽ പോവാണ്. അത്ര നേരം മറ്റേ ഇതിൻ്റെ ഡ്യൂട്ടി ഫ്രീയുടെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ കണ്ടുപിടിച്ചുകൊണ്ട് ഇതാണല്ലോ. അപ്പോൾ ലോഞ്ചിൽ വന്നിട്ട് കഴിക്കാണ്ട് പോകാൻ ഇത് ബീഫിൻ്റെ ആണ് കേട്ടോ. കുറച്ച് സലാഡ്, പിന്നെ കുറച്ച് റൈസ്, ചിക്കൻ. അപ്പോൾ അതെടുത്തത് ഇവരൊക്കെ ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. ലോഞ്ച് കുഴപ്പമില്ല, നല്ല ലോഞ്ചാണ്. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഭക്ഷണം എടുത്ത് ഇവിടെ വന്നിരുന്നു. നമുക്കിത് സമയമുണ്ട് 10:30 ആയിട്ടുള്ളൂ. ഓക്കെ, അതെന്തായാലും ഇതൊന്നും അകത്താകട്ടെ. ലോഞ്ചിൽ തന്നെയാണ്. ഇപ്പോൾ നമ്മളുടെ സമയം ഫ്ലൈറ്റിൻ്റെ ഏകദേശം ആവാറായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ പതുക്കെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ്. കുറച്ച് ഭക്ഷണം കടിച്ചു, വയറൊക്കെ ഒന്ന് അവിടെയൊക്കെ ഉണ്ട്. അവരൊത്തിരി ഇരുന്ന് ഉറങ്ങുന്നുണ്ട്. അവർക്കൊക്കെ ഫ്ലൈറ്റ് ടൈം വേറെ ആയിരിക്കും. അപ്പോൾ പതുക്കെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. നിൽക്കുന്ന സ്ഥലമാണ് ലോഞ്ചിൻ്റെ മുകളിൽ നിന്ന് താഴ്ത്തിക്ക് കാണുന്നുണ്ട്. ഇവിടെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. നമ്മുടെ ഗേറ്റ് വരുന്നത് 19-ലാണ് കേട്ടോ. ഇത് വെച്ചടിച്ച് ഓടുന്നുണ്ട്. ഇത്ര നേരം അവിടെ കറങ്ങി കിടന്നിട്ട് ഗേറ്റ് ഏതാണെന്ന് അറിയില്ല. ഇപ്പോൾ നമ്മൾ 15-ലെത്തിക്കണം. 19-ലാണ് കിടക്കുന്നത്. ഇവിടെയൊക്കെ ഓരോ ഇതിൽ ആൾക്കാരുകൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. China. Hey. Abdul. Talia. Hey. Wensi. Chongqing. Chongqing. Ni hao. Ni hao. കുറച്ച് പേര് ഇരിക്കുന്നുണ്ട്. ആദിൽ. ഏസ. ആദിൽ. يلا بطل الباب. ايه هذا 19. بطل الباب. ഇതാണ് കേട്ടോ ഗേറ്റ് 19. അപ്പോൾ അത് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗേറ്റിലേക്ക് പോവാണ് കേട്ടോ. ബിസിനസ് ക്ലാസ്, അതിന് സെപ്പറേറ്റ് ഗേറ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫ്ലൈറ്റിലേക്ക് കയറാനുള്ള പരിപാടിയില്ല കേട്ടോ. ഇതാ
ബോർഡിംഗ് പാസ് ഒക്കെ അടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. കേറാളതിൽ അതിൽ എല്ലാവരും ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഹായ് Okay, now this way, please. Hello there. Yeah. Yes, this way, please. Thank you. Business class. രണ്ട് സീറ്റ്. C or D? First row and Yeah. aisle. Ah, okay. Thank you. I'm not here. Eh? C. Where is the C? This first one, C, right? 11. Yeah, C. You here? Okay. Air China. നല്ല അടിപൊളി ഒരു സ്ക്രീൻ ഉണ്ട്. പിന്നെ അവിടെ ബാഗ് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്ഥലം. എൻ്റെ സീറ്റിൽ എനിക്ക് ഇപ്പുറത്താണ്. ഞാനിപ്പുറത്തേക്ക് കയറിയിരുന്നത് ആരെയാണെന്നറിയില്ല. നമുക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ വേറെ ആളോട് ചോദിച്ചോ. ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറി ഇരുന്ന് ബാക്കിലേക്ക് സീറ്റിലേക്ക് മാറാം. ഫ്രണ്ടിൽ ലേഡീസ് വന്നു നമ്മുടെ ഓഫീസിൽ തന്നെ. അപ്പോൾ ഞാൻ ബാക്കിലത്തെ സീറ്റിലേക്ക് ഫ്ലൈറ്റ് എൻ്റെ ഇതൊക്കെ മാറ്റി ഇനിയിപ്പോൾ എടുക്കാനുള്ള പരിപാടി ആയിട്ടുണ്ട്. 12:10 പറഞ്ഞത് ഇപ്പോൾ 12 കഴിഞ്ഞിട്ടാണ്. നോക്കാം. അപ്പോൾ ഫ്ലൈറ്റ് എടുത്തോട്ടോ. അപ്പോൾ അതൊക്കെ ബാക്കിലോട്ട് നിന്ന് ഗ്ലാസ്സിനൊന്നും വലിയ ക്ലിയർ ഇല്ല കേട്ടോ.
ഇവിടെ ഏകദേശം സമയം ഒരു 2 മണി ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോഴും ആ ഒരു മൂടൽ പോയിട്ടില്ല, ഒരു പുകമയ മൊത്തം. വീഡിയോ ഒന്നും അത്രയ്ക്കുള്ളൊരു കാണാൻ വലിയ രസം ഉണ്ടാവും തോന്നുന്നില്ല കേട്ടോ. മോളിക്കൂടെ ഒരു ട്രെയിൻ മുണിക്ക് അടിപൊളി കറക്റ്റ് ടൈമിങ്. അല്ല ചെറിയാമ്പുഴ ഗുണം വരെയുണ്ട് കേട്ടോ. ഏകദേശം നമ്മൾ സിറ്റി ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പം എന്തോരം ഉണ്ടെന്ന് അറിയില്ല നമ്മുടെ ഹോട്ടലിലേക്ക്. അപ്പം ഇത്ര നേരം നമ്മൾ പാലത്തിക്കൂടെയും പുറത്തുകൂടെയൊക്കെ നടന്നപ്പോൾ ഒരു തണലിലേക്ക് കയറി. അടിപൊളി അടിപൊളി. ചെറിയൊരു സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ലൈറ്റ് കൊണ്ട്. ഇവിടെ വേറൊരു സൈഡിലേക്ക് വന്നോട്ടോ, ഇറങ്ങി. എല്ലായിടത്തും നല്ല തിരക്കാണ്. നമ്മുടെ ഹോട്ടലിൽ എത്തിയെന്ന് തോന്നുന്നു കേട്ടോ, ഇതൊന്നും തോന്നുന്നു. ഇത് തന്നെ ഇപ്പോൾ ഹോട്ടലിൽ കേട്ടോ, ഹോട്ടലിൻ്റെ ഉള്ളിൽ നമ്മളങ്ങോട്ട് പോട്ടെ. എന്താ വ്യൂ നോക്കി. ഈ ഹോട്ടലിൽ 52ാമത്തെ നിലയിലാണ് കേട്ടോ നമ്മളിപ്പോൾ വന്നേക്കുന്നത്. നമ്മൾ ഇതിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന വ്യൂ ആണ്. എന്തൊറ്റ വ്യൂ, എൻ്റെ പൊന്നെ. എനിക്ക് ഇപ്പുറത്തെ സൈഡിലുണ്ട്. ഇവിടെ ഒരു ഇത് ഞാൻ കണ്ടിട്ടാ, ഒരു പൂള് കാണിച്ചു തരാട്ടോ. അതൊക്കെ ഇതുണ്ടോ, 2 കാൽപാദം, അതിൽ വെള്ളം. അങ്ങനെ റൂമിലെത്തി. ഇത്ര നേരം നമുക്ക് വലിയ ഒച്ചയിലും കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും സെപ്പറേറ്റ് റൂമുകളാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്കും സെപ്പറേറ്റ് റൂം ആയി. ഇതുണ്ടോ, ഇതാണ് ബെഡ്. ഇവിടെ ഒരു ചെയറുണ്ട്, പിന്നെ ഫോണ്, മറ്റു കാര്യങ്ങൾ ഇതെല്ലാം. ഇവിടെ കുറച്ച് ഫ്രൂട്ട്സ്. ഇത് ഒറിജിനലാണോ? ഒറിജിനൽ തന്നെ. ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ വർക്ക് ചെയ്യാനായിട്ടുള്ളൊരു സ്പേസ്, ഇരുന്ന് വർക്ക് ചെയ്യാനും. ഇവിടെ ഒരു TV ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് കോഫി കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി കുടിക്കണമെങ്കിൽ അത് ഉണ്ട് ഇതിനകത്ത്. കുറച്ച് സ്നാക്ക്, ഗ്ലാസ്. അടിയിൽ അത് ഫ്രീസറാണ് കേട്ടോ, ഫ്രിഡ്ജാണ്. അതിനുള്ളിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കുടിക്കുന്നത്. പിന്നെ ഇവിടെ ഒന്നും കാണുന്നില്ല. അപ്പോൾ അതൊരു കബോർഡ്. പിന്നെ നമ്മളുടെ ഇവിടെ ഡ്രസ്സ് സാധനങ്ങളൊക്കെ വെക്കാവുന്ന ഇതിൽ ഞാൻ എൻ്റെ പെട്ടി ഇവിടെ കൊണ്ടുവച്ചു. ഇവിടെ കബോർഡും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് നമ്മുടെ ബാത്റൂം. ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇതിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയറാൻ കുറച്ച് പാടുപെടും. ഇവിടെ നല്ല വലിയൊരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്ത് പുഷ് എന്നല്ല, പുള്ളെന്ന് ഓർത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഷവർ ഏരിയ, മുകളിൽ നിന്നുള്ളൊരു ഷവർ ഏരിയ. പിന്നെ ഇവിടെ
നമ്മൾ അതിനകത്തോട്ട് കയറുന്നതിന് മുമ്പ് തന്നെ വിളിക്കുന്നുണ്ടല്ലോ, ഉണ്ടോ? വായോ എന്നും പറഞ്ഞിട്ട് വിളിക്കുന്നത്. പോരാട്ടാ, കുറച്ച് കഴിയട്ടെ. അടച്ചോ. നമ്മളിത് അടച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അടയും. അങ്ങനെയാന്ന് തോന്നുന്നുണ്ട്. തുറന്നു നോക്കട്ടെ പതുക്കെ, വിളിച്ചോക്കാം. അടഞ്ഞിട്ടില്ല, എന്താ അറിയില്ല. അവിടെ ഇരിക്കട്ടെ. അപ്പം ഇതാണ് ബാത്റൂം വിശേഷങ്ങൾ. ഇന്ന് ഭയങ്കരമായിട്ടേ ഫോഗി ടൈപ്പാണ് കംപ്ലീറ്റ് നിൽക്കുന്നത്. അത് കാരണം ഒരു വിസിബിലിറ്റി വളരെ കുറവാണ്, കാണാനൊന്നും ഒരു ഭംഗിയില്ല. ആ ഏരിയയിലൊക്കെ നല്ല അടിപൊളി ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒന്നും കാണാൻ പറ്റുന്നില്ല ശരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാം. കാരണം ഇത് കുറച്ച് ലെങ്ത് ആയോ എന്നൊരു സംശയം. കാരണം നമ്മൾ നാട്ടിൽ നിന്ന് പോകുന്ന എയർപോർട്ട് കാര്യങ്ങൾ ഇതെല്ലാം ഇതിലുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇതിൻ്റെ അടുത്ത ഒരു വിശേഷങ്ങൾ അതിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് തന്നെ കാണാം. അപ്പോൾ നമ്മളുടെ ഈ ഒരു ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകളൊക്കെ അയയ്ക്കുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.